പ്രതികരിക്കുന്നവരെ വർഗീയവാദിയാക്കി മാറ്റുകയാണെന്ന് സ്പീക്കർ എൻ ഷംസീർ. മുഖ്യമന്ത്രി നടത്തിയ പരാമർശം പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദിന് മാടായിയിൽ നൽകിയ ആദരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനായ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് അധ്യാപകൻ, പത്രാധിപർ, പ്രഭാഷകൻ തുടങ്ങി പല മേഖലയിലും പ്രവർത്തിച്ച സർഗപ്രതിഭയാണ്. മാമുമാഷിന് സംസ്കൃതി മാടായുടെ നേതൃത്വത്തിലാണ് ആദരമൊരുക്കിയത്. സ്പീക്കർ എൻ ഷംസീർ ആദരം ഉദ്ഘാടനം ചെയ്തു. രാജ്യം അപകടകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രതികരിക്കുന്നവരെ വർഗീയവാദിയാക്കി മാറ്റുകയാണെന്നും സ്പീക്കർ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ, അതിനോട് എനിക്ക് പ്രതികരിക്കാൻ പറ്റുമോ? പ്രതികരിച്ചാൽ എവിടെ എത്തും? പ്രതികരിച്ചതിന്റെ പേരുണ്ടായ കൊല്ലാൻ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാനതൊന്നും മിണ്ടുന്നില്ല. ഇതാണ് സ്ഥിതി. അങ്ങനെ എന്തെങ്കിലും പരാമർശിച്ചാൽ ഞാൻ വർഗീയവാദിയാകെ മാറും, അല്ലെങ്കിൽ എന്നെ വർഗീയ പട്ടം ചാർത്തും. ആ നിലയിലേക്ക് ഈ നാട് പോകുന്നു. സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം പറയുന്നവർ ഒറ്റയാടപ്പെടുന്നു. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യം മാറണ്ടേ? മതവിശ്വാസത്തിന് ആരാണ് എതിര്? മതവിശ്വാസം എതിർത്തുകൊണ്ട് ആർക്കെന്ന് പോകാൻ പറ്റുമോ? അതൊരു റിയാലിറ്റി അല്ലേ? ഞങ്ങൾ റിയാലിറ്റി അംഗീകരിച്ചു പോകുന്നവരാ. മതനിഷേധമല്ല സെക്യുലറിസം, മതനിരാസമല്ല സെക്യുലറിസം. സെക്യുലറിസം എന്നത്, ഈ രാജ്യം സെക്യുലറിസം എന്ന് പറയുമ്പം ഈ രാജ്യത്തിന് മതമില്ല എന്നുള്ളതാ. ഈ രാജ്യത്തിന് ഒരു മതവുമില്ല. ഹിന്ദുവിന് ജീവിക്കാം, മുസ്ലിമിന് ജീവിക്കാം, സിഖിന് ജീവിക്കാം. നിർഭാഗ്യവശാൽ ഇറസ്പോൺസിബിൾ ജുഡീഷ്യറി, അതാണ് ഈ രാജ്യം കാണുന്നത്. പ്ലാവില പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു. ചടങ്ങിൽ മുൻ MLA TV രാജേഷ് അധ്യക്ഷത വഹിച്ചു. M വിജയൻ MLA, ഡോക്ടർ PP പ്രകാശൻ, സോമൻ കടലൂർ, V വിനോദ്, K പത്മനാഭൻ, P ഗോവിന്ദൻ, CP ഷിജു, താഹ മാടായി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.